വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു കണവത്തോരനാണ്. അതിനായി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക്, കറിവേപ്പില, പച്ചവന്നമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ട് നന്നായി ഇളക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചച്ചുവ മാറുന്നത് വരെ നന്നായി ഇളക്കുക. അതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞതിടുക. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാണ് കുറച്ചുകൂടെ നല്ലത്. സവാള പെട്ടെന്ന് വഴണ്ട് വരുന്നതിനായി കുറച്ച് ഉപ്പ് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്ത് 2 പച്ചമുളകും ചേർത്ത് വീണ്ടും നന്നായി സവാള വഴറ്റുക. സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് തക്കാളി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ അധികം പഴുക്കാത്ത 2 തക്കാളിയാണ് ചേർക്കുന്നത്. അതും സവാളയോടൊപ്പം നല്ല വഴറ്റി യോജിപ്പിക്കുക. അതിനുശേഷം ഞാൻ കുറച്ച് പെരിഞ്ജീരകം ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് പെരിഞ്ജീരകം ആഡ് ചെയ്യുന്നു. അതിലേക്ക് നമുക്കിനി മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം ഞാൻ ഇടുന്നത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കാവുന്നതാണ്. മസാല നല്ലപോലെ വഴറ്റി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നന്നായി കഴുകി വെച്ചിരിക്കുന്ന കണവ ചേർക്കാവുന്നതാണ്. കണവ ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും അതിൻ്റെ തലയും ഇതിലേക്ക് നന്നായി കഴുകിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതിലേക്ക് ആ മസാലയിലേക്ക് കണവയും എല്ലാം നന്നായി യോജിപ്പിച്ച് ചേർക്കുക. ഇതിന് ശേഷം ഒരു ഹാഫ് പീസ് നാരങ്ങ നാരങ്ങ നീര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് തേങ്ങയിൽ കുറച്ച് മുളക് പൊടി കൂടെ ഇട്ട് നല്ലോണം കൈകൊണ്ട് ഞെരടി മിക്സ് ചെയ്ത് ഈ മസാലയിലേക്ക് ചേർക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് കുറച്ച് നേരം വേവിക്കാൻ അടച്ചു വയ്ക്കുക. കുറച്ച് കഴിഞ്ഞ് അടപ്പ് തുറന്ന് നോക്കി അതിൻ്റെ പാകം എത്രത്തോളം ആയെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അത് വെള്ളം വറ്റി വരുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഏകദേശം കണവ തോരൻ റെഡി ആയിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കണവത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഊണ് കഴിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.